പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മയ്യിൽ ഹൈവിഷന്റെ നാട്ടകം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മയ്യിലും പരിസര പ്രദേശങ്ങളിലുമുള്ളവർക്ക് ചിരപരിചിതനാണ് പൊയ്യൂർ റോഡിന് സമീപം താമസിക്കുന്ന ലോട്ടറി വിൽപ്പന നടത്തുന്ന ശേഖരൻ എന്ന വ്യക്തി. ലോട്ടറിയിലേക്ക് വരുന്നതിന് മുൻപ് നാഷണൽ പെർമിറ്റ് ലോറിയിൽ ഡ്രൈവറായി ഏതാണ്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച അനുഭവമുണ്ട് ശേഖരന്. ലോറിയിൽ നിന്ന് ലോട്ടറിയിലേക്കെത്തിയ ആ വഴിയിലൂടെ അല്പനേരം പിന്നോട്ട് നടക്കുകയാണ് അദ്ദേഹം നാട്ടകത്തിലെ നാട്ടുവർത്തമാനത്തിൽ. ലോറിയിൽ നിന്ന് ലോട്ടറിയിലേക്ക്. നമസ്കാരം. ലോറിയിൽ നിന്ന് നേരെ ഇറങ്ങി ലോട്ടറിയിലേക്ക് കയറി. ഇറങ്ങിയതല്ല, ലോറി, അതായത് ഞങ്ങൾക്ക് സ്വന്തമായി ലോറി എടുത്തൊരു കാലമുണ്ട് അവസാന ഘട്ടത്തിൽ. ഇത് ഈ പണി ഒഴിവാകുന്നതിന് മുന്നേ ആ സമയത്ത് എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ബൈക്കിൽ ബുള്ളറ്റിൽ യാത്ര ചെയ്യുമ്പോൾ അത് മറ്റൊരു ബുള്ളറ്റ് വന്ന് കൂട്ടിയടിച്ച് എൻ്റെ കാലിന് പരിക്ക് പറ്റി. കാലിന് പരിക്ക് പറ്റി. എനിക്ക് വലിയ വണ്ടി എന്തായാലും പെട്ടെന്ന് എടുക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് വന്നേരം ഞാൻ വീട്ടിൽ പ്ലാസ്റ്റർ ഇട്ടിട്ട് കുറേ നാൾ കടത്തിന്. ആ സമയത്ത് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭൂട്ടാൻ ലോട്ടറിൻ്റെ പരസ്യം വരും, ജഗതി ശ്രീകുമാറിൻ്റെ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി, ഇനി ലോറിയിൽ അങ്ങനെ പോകുന്നത് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഇത് ലോറി വിറ്റിട്ട് നമുക്ക് ലോട്ടറി പണി തുടങ്ങിയാലോ എന്നൊരു ചിന്ത വന്നു. നടുവിൽ ഒറ്റ അക്ഷരത്തിന്റെ ഇതേ ഉള്ളൂ, ലോറിന്റെ നടുക്ക് ലോട്ടറി. അപ്പൊ ഞാൻ ചിന്തിച്ചതെന്ന് പറഞ്ഞാല് AKG ആസ്പത്രി 205-ാമത്തെ റൂമെന്നാണ് ഞാൻ ഈ സേതുക്കാനെ വിളിച്ചു തരുന്നത്. നമ്മുടെ ഒരു മച്ചനുണ്ട് കർണാടക. അപ്പോൾ ഓർമ്മ ലോറി ഡ്രൈവറാണ്. അപ്പോൾ ഓർമ്മ ഞാൻ പറഞ്ഞു, ഈ വണ്ടി ഒന്ന് കച്ചവടാക്കണം. അങ്ങനെ സേതുക്കാനെ വിളിച്ചു വരുത്തി സേതുക്കാണ് ഈ വണ്ടി കച്ചവടം ചെയ്തിരുന്നത്. ആശുപത്രി മുറിയിൽ ഇരുന്നിട്ടാണ് ലോറി കച്ചവടം ചെയ്തത്. അന്നത്തെ ഫോണില്ല, മൊബൈൽ ഫോണില്ല, അന്ന് STD ബൂത്തിലുള്ളൂ. അങ്ങനെ കർണാടക നേരിട്ട് പോയി സേതുക്കാനെ കണ്ട് ഇങ്ങനെ സംഭവം ആക്സിഡന്റ് ആയി പോയി, അതുകൊണ്ട് അത് വിറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കറിയാലോ, ചെറിയൊരു പൈസ, ചെറുതല്ല വലിയൊരു പൈസ നഷ്ടത്തിൽ വണ്ടി കൊടുത്ത് ഞാനൊരു കാറ് വാങ്ങിയിട്ട് ലോട്ടറി വിൽക്കാൻ വേണ്ടി ചിന്തിച്ചു. അങ്ങനെ അതോടെ ലോട്ടറി കാറ് വാങ്ങി ലോട്ടറി അതിൽ വിൽപ്പന നടത്തി. അതിന് മുൻപേ അതെ പ്രധാന ജോലി എന്ന് പറഞ്ഞത് ഈ നാഷണൽ പെർമിറ്റ് ലോറി ഓടിച്ചതാണല്ലോ വർഷങ്ങളോളം. ബസ്സും അണ്ണാച്ചി വണ്ടി എന്നൊക്കെ പറയുന്ന ആ നാഷണൽ പെർമിറ്റ് ലോറി. ആ നാഷണൽ പെർമിറ്റ് ലോറി ഓടിച്ച ഒരു അനുഭവങ്ങളാണ് നമുക്ക് കാര്യമായിട്ട് അറിയാനുള്ളത്. കാരണം സാധാരണ ഒരു വണ്ടി ഓടിക്കുന്ന പോലെ അല്ല പെർമിറ്റ്. ദിവസങ്ങളോളം പോകണം, അറിയാത്ത വഴിയിലൂടെ, അറിയാത്ത ഭാഷ അറിയാത്ത സംസ്ഥാനങ്ങളിലൂടെ പോകണം, അല്ല വഴിയിൽ വെച്ച് ഭക്ഷണം പാചകം ചെയ്യണം. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ടാവും. ഒരു വലിയൊരു അനുഭവമായിരിക്കും. ബസ് ഓടിക്കുന്ന പോലെയല്ല. എങ്ങനെയാണ് ഈ നാഷണൽ പെർമിറ്റ് ലോറിയിൽ കയറിയത് ഡ്രൈവർ? അതായത് ഞാൻ ഈ പറഞ്ഞല്ലോ, ആദ്യം ഞാനിങ്ങനെ ഇവിടുന്ന് സ്കൂൾ വിട്ട സമയത്ത് 13-ാമത്തെ വയസ്സിൽ കരിങ്കൽ അടിക്കാൻ വേണ്ടി തുടങ്ങി. കരിങ്കൽ ചീള് വാരി അടിക്കുകയ്യ, ജില്ലി എന്ന് പറയുന്ന സാധനം. അത് നമ്മൾ കയ്യെ കൊണ്ട് കൈക്കുത്തൂത്തി അങ്ങനെ കുറേ അത് പണിയെടുത്ത് കൂലി, ചെറിയ തുച്ഛമായ വരുമാനം. അത്രയും ആവൂല, നമ്മള് ചെറുതല്ലേ, ദരിദ്രം കാരണം പോയതാണ്. പിന്നെ ഇവിടെ ഞാൻ നാട് വിട്ടുപോയി. അടുത്തേക്ക് ചെറുപ്പത്തിൽ 13-ാമത്തെ വയസ്സിൽ കണ്ണൂരിലേക്ക് നാട് വിട്ടു. ദൂരെയാന്നല്ല, അന്ന് ദൂരെ തന്നെയാണ്. കാരണം ഇവിടെ 4 ബസ്സല്ലേ ഉള്ളൂ. 4 ബസ് കൊടുത്തു. മയ്യിലിനടുത്ത കയറളത്താണ് താമസം. അതെ. ഈ കയറളത്തു നിന്നാണ് കണ്ണൂരിലേക്ക് നാട് വിടുന്നത്. അതെ, ഇന്നത്തെ പോലെ ഏകദേശം വാഹനങ്ങളൊന്നുമില്ല. 4 ബസ്സേ ഉള്ളൂ. 2 കോപ്പറേറ്റീവ് ബസ്, ഒരു ശ്രീജ ബസ്, ഒരു മുല്ലക്കൊടി ഓംപ്രകാശ്, അത് പ്രകാശ് ബസ്. ഓംപ്രകാശ് അല്ല, പ്രകാശ്. അപ്പൊ ഓംപ്രകാശ് പിന്നെ വന്നിന് കണ്ടകയിലേക്ക്. ആ സമയത്ത് അപ്പൊ കണ്ണൂരേക്ക് നാട് വിട്ടു. അപ്പൊ നാട് വിട്ടു പോയി എന്ന് പറഞ്ഞാല്, ഈ നമ്മുടെ നാട്ടിൽ 2 പേര് കണ്ണൂർ ഹോട്ടലിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, രമേശും രാമകൃഷ്ണനും. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പൊ അവരുടെ പോയി ഞാൻ ചോദിച്ചു, എന്തെങ്കിലും പണി കിട്ടുമോ? കേരളക്കാരൻ. അവര് പറഞ്ഞു, ഇപ്പൊ ഇവിടെ ഭയങ്കര പിന്നെ ആൾ ഒരുപാടുണ്ട്, നമ്മൾ വേറെ സ്ഥലത്ത് ആക്കിത്തരാം. അങ്ങനെ മറ്റൊരു സ്ഥലത്തേക്ക് എനിക്ക് ഇവര് പണിയാക്കി തന്നു. ഹോട്ടലിൽ എന്ത് പണി എടുക്കുമല്ലോ. അങ്ങനെ ഹോട്ടലിൽ പണി ഇങ്ങനെ എടുത്ത് താമസം ഹോട്ടലിൽ തന്നെ, എല്ലാവരും ഹോട്ടലിൽ തന്നെ താമസിക്കുക. അങ്ങനെ വേറെ സ്ഥലത്ത് എടുത്തു. അപ്പൊ ഇവര് പറഞ്ഞു, പിന്നെ ഒഴിവുള്ള സമയത്ത് ഇതിൽ ഒഴിവില്ലാതെ നിന്നെ വിളിക്കാൻ പറഞ്ഞു. അവിടത്തേക്ക് എന്താ താല്പര്യം എന്ന് പറഞ്ഞാൽ, അവിടെ ഷിഫ്റ്റാണ് ജോലി. രാവിലെ 6 മണിക്ക് കയറിയാല് 2 മണിക്ക് ഇറങ്ങാം, പിന്നെ ഫ്രീ ആണ്. അപ്പൊ അങ്ങനെ ഒഴിവില്ലാതെ കിട്ടി. അത് നല്ലൊരു, നമ്മൾ സുഹൃത്തുക്കളും ചങ്ങായിമാരും നാട്ടുകാരുമായിട്ട് അങ്ങനെ കുറെ അങ്ങനെ അവിടെ പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ബസ് സ്റ്റാൻഡാണല്ലോ. അപ്പൊ ബസ്സിലുള്ള പിന്നെ ഫ്രീ ടൈം ഞാൻ പത്രം വിൽത്തർക്ക്, പിന്നെ വൈകുന്നേരത്തെ പത്രം, പിന്നെ വിപ്ലവം പത്രം,
കാലിക്കറ്റ് ടൈംസ്, ഏറ്റവും കൂടുതൽ ഇപ്പോഴും പത്രം വിറ്റിട്ടില്ല, സായാഹ്ന പത്രങ്ങൾ. സായാഹ്ന പത്രങ്ങൾ. അങ്ങനെ വിറ്റുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഈ പത്രം വിൽപ്പന ചെയ്യുന്ന എല്ലാവരും ഹോട്ടലിൽ പണിയെടുക്കുന്നു. ഹോട്ടലിൽ അപ്പോൾ ഈ ഡ്രൈവർമാരിൽ നല്ല ചുമല് തോർത്തൽ അടിയത്തരത്തോട് വരും. കാഴ്ചയിൽ എല്ലാവർക്കും ഒരു ബഹുമാനം ഡ്രൈവർമാരോട്. അപ്പം ഞാൻ വിചാരിച്ചു ഡ്രൈവിംഗ് പഠിപ്പിച്ചാൽ എന്താ, അതാന്ന് തോന്നുന്നു നല്ലത് ഇതിനെക്കാട്ടി. അപ്പൊ അതിന് പ്രയത്നം വേണ്ടേ, അത് വേണം. അപ്പോൾ എങ്ങനെ പഠിക്കും? ഞാൻ അന്വേഷിച്ചതിനെ പറ്റി. അന്നേരം പറഞ്ഞു ഈടെ പഠിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കാര്യമൊന്നുമില്ലടോ, ഇവിടുന്ന് 3 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ബസ്സിലെല്ലാം ഡ്രൈവർ ആവാൻ പറ്റും, കിട്ടണ്ടെങ്കിൽ. കർണാടകത്തിലെല്ലാം പോയാൽ പെട്ടെന്ന് ഒരേ ഇതിന് കിട്ടുന്നു, അതായത് ഹെവിയും ലൈസൻസും ലൈറ്റ് എല്ലാം ഒപ്പരം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ നോക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഇതിന്റെ താഴത്തുള്ള സുരേശൻ ബാംഗ്ലൂർ, അവന്റെ പെങ്ങളായ കല്യാണം കഴിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഞാൻ ഓനോട് അന്വേഷിച്ചു. അന്നേരം ഓൻ പറഞ്ഞോടാ, നീ നല്ല നീളം തടിയിലില്ലേ, നീ പോയാൽ അവിടെ ഒരു പണിയുണ്ട്, HAL ഫാക്ടറിയിൽ പിന്നെ പ്രൈവറ്റ് സെക്യൂരിറ്റി ആയിട്ട്, വിദ്യാഭ്യാസമൊന്നും പ്രശ്നമില്ല, ഇപ്പോൾ കോൺട്രാക്ടർ വയസ്സ. അപ്പോൾ അന്നേ നല്ല അകാരമുണ്ട്, തടി എന്നുള്ളതുകൊണ്ടല്ലോ. അപ്പൊ അത് 15 വയസ്സ് കഴിഞ്ഞാൽ ഉണ്ടായിട്ടുണ്ട്. ബാംഗ്ലൂര് ഞാൻ എത്തപ്പെട്ടു. എങ്ങനെ എത്തപ്പെടുന്നത്? ഇവിടുന്ന് ബസ് കയറി പോകുന്നു, ഇവനൊരു അഡ്രസ് തരുന്നു. ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ചെന്ന് കയറിയത് ബാംഗ്ലൂരിലാണ്. അതെ, ബാംഗ്ലൂര് സകലമാഷിയുള്ളൊരു സ്ഥലം. ഏതൊരു പാവപ്പെട്ടവനും പോയാലും പണക്കാരനും ജീവിക്കാൻ പറ്റുന്ന സ്ഥലം. ഇതൊക്കെ കണ്ടുപിടിച്ചു, ജോലി കയറി ഒരു 1.5 വർഷം അത് ചെയ്തു. എന്നാലും എനിക്ക് തോന്നുന്നു ഇതൊന്നും അത്ര ശരിയില്ല, കാരണം ഇത് ഗവൺമെന്റ് ഒന്നല്ല, പ്രൈവറ്റാണ്. അപ്പൊ 1.5 വർഷം 1.5 വർഷത്തോളം. അന്നേരം ഞാനാണ് 15ാമത്തെ വയസ്സിലെ HAL ഫാക്ടറി തന്നെ, HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. അതായത് വിമാനങ്ങൾ എല്ലാം കൂടെ പാർട്ടി ചെയ്യുന്ന പിന്നെ സെറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അതില് സെക്യൂരിറ്റി സർക്കാരിലല്ല, കോൺട്രാക്ട് ബേസിൽ. അതിൽ 1.5 വർഷം ചെയ്തു. 1.5 വർഷം ചെയ്തു. എനിക്ക് തോന്നി ഇതൊന്നും ശരി, എനിക്ക് എൻ്റെ ഡ്രൈവിംഗ് തന്നെ പഠിക്കണം. കാരണം വെച്ചാൽ ഇത് ചെറിയ തുച്ഛമായ ഒരു വരുമാനവും കാര്യമുള്ളൂ. അങ്ങനെ ഞാൻ വീണ്ടും അവിടെ നിന്ന് ഹോട്ടലിൽ പഠിക്കും, ബാംഗ്ലൂർ ഹോട്ടലിൽ പണിക്ക് പോയി. അങ്ങനെ ബാംഗ്ലൂർ കുറച്ച് നാൾ ഹോട്ടലിൽ ഇങ്ങനെ പണി എടുത്തോണ്ട് വെക്കുമ്പോൾ ഒരു നല്ലൊരാളെ പരിചയപ്പെട്ടു, ഒരു തോമസ് എന്ന് പറഞ്ഞ ഒരാളെ. അയാൾ പറഞ്ഞു, ഇവിടെ നീടെ പണിയെടുത്തിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തന്നെ പിന്നെ വേറൊരു ഹോട്ടലുണ്ട് ഷിഫ്റ്റുള്ള, അവിടത്തേക്ക് പോകാം. അവിടുന്ന് ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് ഡ്രൈവിംഗ് വലിയ ലോറിയിലാണ്, ഡി വണ്ടി. അങ്ങനെ ഡ്രൈവിംഗ് പഠിക്കാൻ ഇതിൻ്റെ കാറും തരും അവർ എല്ലാം. ഓരോ ദിവസം ഓരോന്ന് ഇങ്ങനെ ആയി. ഇതിന് താല്പര്യമുള്ളതുകൊണ്ട് പെട്ടെന്ന് ഡ്രൈവറായി. നിങ്ങൾ ആദ്യം ലോറി എടുക്കുന്നത് അവിടെ നിന്നാണോ അല്ല കേരളത്തിൽ വന്നിട്ടാണോ? ഞാൻ ആദ്യമായിട്ട് ലോറി എടുക്കുന്നത് കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ നിന്ന്. അപ്പോൾ നാട്ടിന് പനി ആയതുകൊണ്ട് കുറേ നാളത്തേക്ക് 3 ദിവസത്തേക്ക് ലീവ്, 2 ദിവസത്തേക്ക്. അല്ല, അത് കേരളത്തിൽ മാത്രം ഓടുന്ന വണ്ടി. കേരളത്തിലും തമിഴ്നാട്ടിലും ഓടും, കർണാടകത്തിലും ഓടുന്നുണ്ട്. അങ്ങനെ ആ വണ്ടിയിൽ അണ്ടി ലോഡ് കയറ്റി, കശുവണ്ടി ലോഡ് കയറ്റി കൊല്ലത്തേക്ക്. അപ്പോൾ 2 ദിവസമായിട്ട് ഈ കുണ്ടല് നാനാട്ടിന് പനി ആയതുകൊണ്ട് 2 ദിവസം ഇവർ വന്നില്ല. അപ്പൊ പിന്നെ എന്നോട് ഈ കാട്ടിലെ നാനാട്ടും ചോദിച്ചു, നീയല്ലേ ഡ്രൈവറാന്ന് പറയുന്നത്, പിന്നെ അല്ല അങ്ങനെയല്ല പറഞ്ഞു, നീയല്ലേ ഡ്രൈവറാന്ന് പറഞ്ഞു, നിനക്ക് ഈ വണ്ടി കൊല്ലത്ത് കൊണ്ടുപോകാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു എന്താ, പിന്നെ നിങ്ങൾ കയറിയിരുന്നു. അതെ, ഞാൻ പറഞ്ഞു ഇന്നത്തെ പോലെ പാടി റോഡല്ല പാടിക്കുന്നത്, കാരണം അന്നേരം റഫ് റോഡാണ്. ഇന്ന് നല്ല പിന്നെ മെക്കാനിക് താറില്ല, അത് ഭയങ്കര കയറ്റം. നീ ഇപ്പൊ കയറ്റം കുറച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നാനാട്ടോട് പറഞ്ഞു, നാനാട്ടാ നിങ്ങൾ വണ്ടി കയറിയിരിക്കും, ഞാൻ ഈ വണ്ടി പാടിക്കുന്നത് കയറുന്നുണ്ടെങ്കിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനം എടുത്തോ. അത് ചാട്ടാക്കട്ടെ ചോദിച്ചു. എന്നപ്പോൾ ചാട്ടാക്കുന്നു. നമ്മുടെ മരിച്ചുപോയ ഗോപിയായിരുന്നു ക്ലീനർ. അങ്ങനെ കൃഷ്ണാട്ടിന്റെ മിലിറ്ററിക്കാരൻ കൃഷ്ണാട്ടല്ല, നമ്മുടെ EK മധുവിന്റെ പിന്നെ ഭാര്യന്റെ അച്ഛനുണ്ട്, കൃഷ്ണാട്ടനാണ് ഗോപി. അങ്ങനെ ഗോപിയും ഞാൻ ഇവരും പാടിക്കൊന്ന് കയറ്റിട്ട് നാനാട്ടിനെ നോക്കിയാലും നാനാട്ടൻ പറഞ്ഞു വിട്ടോ, പസാക്കി. മുതലാളിന്റെ ലൈസൻസും കിട്ടി. ആദ്യമായിട്ട് കേരളത്തിൽ ഓടിച്ച് കൊല്ലത്തേക്ക് വിട്ടു. അപ്പൊ നാനാട്ടൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ നാട്ടിലേക്ക് പോയാൽ കുളിക്കാറ്റുന്നൊരു സൂല അങ്ങോട്ട് വന്നിരുന്നു. ഒരു കൊല്ലം വരെ വന്നിന്. അപ്പോ കൊല്ലത്ത് ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് ഇനി എന്താ ചെയ്യുന്ന, ലോഡ് ഇറക്കി കിട്ടി, വാടകയെല്ലാം കിട്ടി. അപ്പൊ അന്വേഷിച്ചാലും പറഞ്ഞു, ഈടെ കൊല്ലത്തൊന്നും കാര്യമായിട്ട് ലോഡ് കിട്ടൂല, നിങ്ങൾ ഈടുന്ന സാധാരണ കേരള വണ്ടി വന്നു കഴിഞ്ഞാല് തമിഴ്നാട്ടിലെ പോവാം. 1-2 ട്രിപ്പേ പോയില്ലോ. പിന്നെ ഞാൻ വിചാരിച്ചാ ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണല്ലോ, ഇത് നാട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോ
ഈ ദൂരം ബൈക്കിന്റെ പിന്നെ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വന്നിട്ടാകുമ്പം ഈ ഡ്രൈവർമാർ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഷണ്ടിങ് ഡ്രൈവർമാരെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഷണ്ടിങ് ഡ്രൈവർ, അതായത് ഈ പിന്നെ കണ്ണൂത്തിഞ്ചാലിൽ അവിടെ ഒരു ലോറി ബുക്കിംഗ് ഓഫീസ് ഉണ്ടായിരുന്നു, അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് തമിഴ്നാട്ടിൽ പിന്നെ രാത്രി ഓടിച്ച് വന്ന ഡ്രൈവർമാർ ക്ഷീണം തീർക്കാൻ വേണ്ടി അവിടെ കിടക്കുമ്പോൾ നമ്മളെ പോലെ ഷണ്ടിങ് ഡ്രൈവർമാർ ഉപയോഗപ്പെടുത്തിയിട്ട് പിന്നെ നമ്മൾ ലോഡ് ഇറക്കി ലോഡ് കയറ്റി കൊടുക്കും. തിരിച്ചു പോകുമ്പോൾ അവർ വണ്ടി എടുത്തു. അപ്പൊ നമുക്കൊരു പൈസ കിട്ടാൻ തുടങ്ങി. അപ്പൊ അത് നല്ലൊരു ഏർപ്പാടായത് എനിക്ക് തോന്നി. ഈ പിന്നെ ഒന്നിൻ്റെ ആൾക്കാരോട് ഇങ്ങനെ നമുക്ക് ബസ്സിൽ കിട്ടുമെന്ന് ചോദിച്ചാലും ഈ KRW ബസ് ഇവിടെ ഓടുന്നുണ്ട്. ആ ബസ് ബ്രേക്കിന് പോയ സമയത്ത് ഒരു സന്ധ്യാ ബസ്സിലേക്ക് ഓടിന്, പിന്നെ കാഞ്ഞിരോടുള്ള സന്ധ്യ ബസ്. ആ ബസ്സിന്റെ മുതലാളിന്റെ പേര് ഗണേഷ് എന്നാണ് എൻ്റെ ഓർമ്മ. ആ ഗണേഷിനോട് ഇങ്ങനെ പിന്നെ എങ്ങനെ പറഞ്ഞു, നിങ്ങൾ വണ്ടി ലോറിയിൽ എടുക്കുന്ന ആളാണെങ്കിൽ 2 ദിവസം എൻ്റെ പേരും ഇതിൽ വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് കുറേശ്ശെ വണ്ടി അവർ തന്നപ്പോൾ അതിനെപ്പറ്റി മനസ്സിലാക്കിയപ്പോൾ അവർ പറയുന്ന പോലെ ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ മെല്ലെ പോകണം, അതായത് ജാസ്തി സ്പീഡ് എടുക്കാൻ പാടില്ല, അങ്ങനെ ജനങ്ങളാകും ആളെ മേക്ക് കയറി പോകാൻ പാടില്ല. അങ്ങനെ വളരെ ഇത് പറഞ്ഞതിനനുസരിച്ച് ഞാൻ അങ്ങനെ പോയി 2-3 ദിവസം എടുത്തരാൻ അവർക്ക് ഭയങ്കര തൃപ്തിപ്പെട്ടു. അങ്ങനെ ഈ എടുത്ത ബസ് തന്നെ എനിക്ക് 2-3 ദിവസം അവർ ജോലി തന്നു ബസ്സിൽ. അങ്ങനെയാണ് ബസ് കയറി. നാഷണൽ പെർമിറ്റ് ലോറിയിൽ തന്നെ നിങ്ങൾ ഇവിടുന്ന് ലോഡ് എടുത്തിട്ട് പല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ടുണ്ട്. പിന്നീട് അതെ, അതിന്റെ ഒരു അനുഭവം. ഇപ്പൊ ഒരു ലോറിയിൽ കയറിയാല് കുറെ ദിവസം അതിൽ തന്നെ വരും. അപ്പൊ ആരാ ഉണ്ടാവും അതിൽ? ക്ലീനറായിട്ട് സഹായിട്ടുണ്ടാവും. നമ്മുടെ സഹായി അയാളും പിന്നെ വണ്ടിയെ പറ്റി അനുഭവമുള്ള ആൾ തന്നെ ആയിരിക്കും. അതെ, അപ്പൊ ഈ ഒരു പരിചയമില്ലാത്ത വഴിയിലൂടെ, അന്ന് GPS ഗൂഗിൾ ഒന്നുമില്ല, ഒരു പരിചയമില്ലാത്ത വഴി ഇവരിവിടുന്ന് നമ്മൾക്ക് പിന്നെ അഡ്രസ്സ് തരും. എങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കും? അതായത് ഇവിടെ ഈ പിന്നെ ബുക്കിംഗ് ഓഫീസ് ഉണ്ടാവും, ലോറി ബുക്കിംഗ് ഓഫീസ്. അവിടെ നിന്നാണ് ലോഡ് സെറ്റ് ചെയ്യുക. അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടു അഡ്രസ്സ് തരുമല്ലോ. അപ്പോൾ അഡ്രസ്സ് തരുമ്പോൾ ബോർഡർ ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. അവിടെ നമ്മൾ ഡിക്ലറേഷൻ കൊടുത്ത് ഈ അവർ കാര്യങ്ങൾ ഇത് ലോഡ് ഇത് ഇടുന്നതാണ് എങ്ങോട്ടാണ് നല്ല റോഡ് മനസ്സിലാക്കുക. റോഡ് ആദ്യം നമുക്ക് മാപ്പ് നോക്കിയിട്ട് പറഞ്ഞു തരുമോ? റോഡ് മാപ്പ് ഉണ്ടെന്ന് ഒരു പുസ്തകമുണ്ട്. അതെല്ലാം ഈ പിന്നെ ഈ ബുക്കിംഗ് ഓഫീസ് എന്ന് പറയും. അങ്ങനെ 2-3 പ്രാവശ്യം ഞാൻ കള്ളന്മാരുടെ മുമ്പ് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു സഹായിയായിട്ട് ഞാൻ കൂട്ടി ഔക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഔക്കർ, പിന്നെ ഇപ്പം ലോറിയും ബസ്സെല്ലാം എടുക്കുന്ന ഡ്രൈവർ ഔക്കർ 4-ാം പടി കയറാൻ വീട്. അപ്പം ഞാൻ ഇവനിങ്ങനെ ബോംബെയിൽ നിന്ന് വരുന്ന സമയത്ത് എനിക്ക് ഉറക്കം വന്നിട്ട് ഞാൻ പറഞ്ഞ പിന്നെ നീ മെല്ലെ വിടൂലേ വണ്ടി തന്നു. ഞാൻ വിട്ടോളാം. അങ്ങനെ വിട്ടോണ്ടിരിക്കുമ്പോൾ ഇവൻ പെട്ടെന്ന് വിളിക്കുന്നു, ശേഖര എണീക്കടാ എണീക്ക് ഇത് മുമ്പിൽ കള്ളന്മാർ തന്നെ. അപ്പൊ ഇവർ ഈ വണ്ടി നിർത്താൻ വേണ്ടി പറയുന്നത്, വണ്ടി സൈഡാക്കാനാ പറയുന്നത്, ബാളെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം യുക്തി, പെട്ടെന്നുള്ള ആ ഇത് നമ്മൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ ആ യുക്തിയാണ് പെട്ടെന്നുള്ള അപ്പൊ തോന്നുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അല്ലോ അവർ വാൾ കാണിക്കുന്ന കുറച്ച് സമയത്ത് ഞങ്ങളുടെ അവരെ വണ്ടിക്ക് മുട്ടിയേക്കില്ല, പിന്നെ നമുക്ക് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇപ്പം സ്പീഡ് കുറച്ച് എന്തായാലും അവർ കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് വരാം. ഞാൻ പെട്ടെന്ന് ചാടി കയറി ഇരുന്നിട്ട് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നു. ഞാൻ വണ്ടി സ്റ്റാർട്ടിങ് തന്നെ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ വണ്ടി കുറച്ച് സ്പീഡ് തന്നെ ഓട്ടി ഒരു ഇറക്കായിരുന്നു. അപ്പോൾ ഇറക്കിറങ്ങി ഇവർ നമ്മളെ ക്രോസ് ചെയ്യുന്ന തോന്നി ഞാൻ കുറച്ചുകൂടെ നല്ല സ്പീഡാക്കി ഇവരെ കട്ട് ചെയ്തിട്ട് അവിടെ അടുത്തൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്, കിത്തൂർ എന്ന് പറഞ്ഞ സ്ഥലം. ഞാൻ ആ പോലീസ് സ്റ്റേഷൻ്റെ മുൻപിൽ വണ്ടി അവിടെ കൊണ്ട് പോയി നിർത്തി. പിന്നെ ഈ വഴി അറിയാത്ത വഴിയിലല്ലേ പോകുന്നത്? എപ്പോഴെങ്കിലും വഴി മാറിപ്പോയിട്ടുണ്ട്. അതായത് ഞാൻ ഒരു പ്രാവശ്യം പിന്നെ ഡോറാസ് ട്രാൻസ്പോർട്ടിന്റെ ബ്രദേഴ്സ് വണ്ടി എന്ന് പറഞ്ഞ വണ്ടി, അപ്പോൾ ഇവിടുന്ന് പിന്നെ ഒരു മിലിറ്ററി കേണലിന്റെ വീട്ടു സാധനങ്ങൾ, അതായത് ഈ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വഴി അന്വേഷിച്ച് നോക്കുമ്പോൾ പറഞ്ഞു ഇങ്ങനെ ബുറാൻപൂർ എന്ന് പറഞ്ഞൊരു ബോർഡർ ഉണ്ട്, അവിടുന്ന് ഗണ്ടുവ കിട്ടും, ഗണ്ടുവയിൽ നിന്ന് ഭോപ്പാൽ വഴി റൈസ് ആൻഡ് സാഗർ, അവിടെയാണ് ഈ സ്ഥലം, മിലിറ്ററിന്റെ സ്ഥലം. അപ്പോൾ ഈ സാധനമാണ് കൊണ്ടുപോകും. അപ്പോൾ ഈ നോ എൻട്രി, അതായത് നോ എൻട്രി എന്നാൽ ഹെവി വെഹിക്കിൾക്ക് കയറാൻ പാടില്ല ആ റോഡ്. അപ്പോൾ പോലീസുകാരെല്ലാം വണ്ടി കൊണ്ടാടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പോലീസുകാരോട് ഇപ്പോൾ ഗാഡി സൈഡിൽ കിടക്കുറവായിരുന്നു, ഗാഡി പേ ക്യാ മാലയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഗർക്കാ സാമാന പൈസ കിസ്കായി വീട്ടു സാധനങ്ങൾ ആരതാ കിസ്കായി. ഞാൻ പറഞ്ഞു मिलिट्री का केरल है, तुम थोड़ा आगे जाओ, एक चौक मिलेगा, चौक से लेफ्ट मोड़ो, उधर ये रेजिमेंट, उधर जाओ. അങ്ങനെ പോലീസുകാരനാണ് വഴി പറഞ്ഞിരുന്നത്. ഇത് മിലിറ്ററിക്കാരനായതുകൊണ്ട് ഭയങ്കര ബഹുമാനം കിട്ടി, അല്ലാണ്ടൊന്നും പറഞ്ഞു തരില്ല, അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടായി പോയത്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം കുറേ ഓടിച്ച് ഞാൻ എനിക്കൊരു ഉറക്കം വരുമ്പോൾ തോന്നിയായിരുന്നു. ഞാൻ സഹായിയോട് പറഞ്ഞു എന്താ പിന്നെ അത് നിങ്ങൾ വിടൂലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു റോഡ് ശ്രദ്ധിക്കണം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ തെറ്റിയെത്തിയത് ഈ നക്സൽ ഏരിയയിലെത്തിപ്പോയി. ഇയാൾ പോയി ചന്ദ്രാപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിപ്പെട്ട് അവിടെ എത്തി. അതിനകത്ത് ഈ പെട്ടെന്ന് എനിക്കൊരു സംശയം വന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇയാൾക്ക് ഉറക്കം വന്നു, ഈ ഡ്രൈവർക്ക് ഉറക്കം വന്നിട്ട് പറഞ്ഞു നിങ്ങൾ വിടൂലേ ചോദിച്ചു. ഞാൻ വിടാൻ പറഞ്ഞു. അപ്പം ഞാൻ വിടാൻ വേണ്ടി ഇങ്ങനെ ഇരുന്ന് ഒരു 2 കിലോമീറ്റർ വണ്ടി ഓടിക്കുമ്പോൾ മയിൽ കുറ്റിക്കെല്ലാം പച്ച പെയിന്റ്. ഞാൻ വെച്ചേ ഇത് നമ്മൾ റൂട്ട് മാറിപ്പോയല്ലോ. അന്നെന്ന് പറഞ്ഞാൽ മയിൽ കുറ്റിക്കെല്ലാം മഞ്ഞ പെയിന്റ് ആയിട്ടോ, ഇത് നാഷണൽ
ഹൈവേക്കല്ലോ അതൊക്കെ പെട്ടെന്ന് ഇതാ പറഞ്ഞ യുക്തി പെട്ടെന്ന്. അപ്പം ഞാനവിടെ നിർത്തി. വണ്ടിയിൽ വളരെ കുറവാണ്, ഒരു വണ്ടിക്കാരനെ നിർത്തി. ഞാനൊരു കൈ നീട്ടിട്ട് ലൈറ്റ് കാണിച്ചിട്ട് എല്ലാം നിർത്തി. അപ്പോൾ അയാളോട് പറഞ്ഞു, പിന്നെ എനിക്കിങ്ങനെ ഫൈസാബാദ് ജാനൊക്കെ വയസ്സാ ഒരു റസ്താ ബദലി ഹോഗ ക്യാ കരേഗാ ചോദിച്ചു. അന്നേരം അയാൾ പറയുന്നത് ഓ നക്സൽ കാ ജഗയേ ഭായ് വണ്ടി ഗുമാവോ ജൽദി ജൽദി വാപസ് ആവോ, തിരിച്ചു വിട്ടു. അങ്ങനെയാണ് തിരിച്ചു വിട്ടു. നിങ്ങൾ അനുഭവത്തിനുണ്ടായ കുറെ നേട്ടങ്ങൾ ഉണ്ടാവുമല്ലോ. എത്രയോ ഭാഷകള് കർണാടകം സംസാരിക്കും. കർണാടകത്തിൽ ഞാൻ ചോദിച്ചു, ಇಲ್ಲಿ ಮಳೆ ಕಣಿ പറയേ നിൻ കട മഴയുണ്ടോ? ആ നമുക്കടെ തുമ്പ മഴയുണ്ട് സാർ. എಲ್ಲಿ ಜನ ಸರಿ ಇಲ್ರಿ എന്ന് പറഞ്ഞാൽ അയാളൊരു രൂപത്തിൽ സംസാരിച്ച്. ആ നിന്റെ ലോഡ് ചെയ്യുന്നപ്പാ ഞാൻ പറഞ്ഞു എന്റെ കൊപ്പര സാർ. കൊപ്പര ആ കോക്കനട്ട് സുക്ക ആ ഇത് പറഞ്ഞ അയാളോട്. എപ്പോഴെങ്കിലും എന്തെങ്കിലും പറ്റുകയും അല്ല അത് പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം ഈ പറയുന്ന നേരത്തെ എപ്പോഴും പറയുന്ന യുക്തി ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിക്ക് തകരാറ് വരുമോ അങ്ങനെ വെച്ചാൽ അതെല്ലാം പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഞാൻ ആലക്കോട് നിന്ന് കൊപ്പരയും കൊണ്ട് ഗോവയിലേക്ക് പോണതാണ്. ആലക്കോടിൽ നിന്ന് ലോഡ് കൊപ്പര 10 ടൺ ലോഡ് കയറ്റി വണ്ടിയിൽ. അപ്പോൾ വരാൻ വണ്ടി തിരിക്കാൻ വേണ്ടി നോക്കുമ്പം വണ്ടി റിവേഴ്സ് എടുക്കുമ്പം ഈ ഗിയർ ലിവർ ഊരി എൻ്റെ കയ്യിൽ വന്നു. ഈ താഴത്തുള്ള പിന്നെ ഗിയർ ലിവർ കയ്യിലങ്ങനെ ലിവർ. അപ്പോൾ ഇതിന്റെ നാക്ക് മാത്രമേ ബാക്കിയുള്ളൂ അടിയിൽ ഇത്ര. അപ്പൊ ഈ നാക്ക് മാത്രം ബാക്കിയില്ല. പെട്ടെന്ന് എന്ത് ചെയ്യുന്നുള്ളതായി. ഞാൻ അപ്പോഴാണ് ഫോൺ ചെയ്ത് പാപ്പിനിശ്ശേരി ലയത്തിലേക്ക്. പിന്നെ ഞാൻ പറഞ്ഞു ശിവാന്താട്ടെ ഇങ്ങനെ എൻ്റെ ഗിയർ ലിവർ ഊരി പോയിട്ടുണ്ട്, പിന്നെ എനിക്ക് ഗോവയിലേക്ക് ഇന്ന് രാത്രി തന്നെ പോകേണ്ട ലോഡാണ്, അപ്പം എന്ത് ചെയ്യും? നിനക്ക് എങ്ങനെയും കൂടെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഞാൻ ബെൽറ്റ് ചെയ്തില്ല, ഞാൻ കാത്തു വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ നാക്ക് ബാക്കിയുണ്ടല്ലോ, ഞാൻ പറഞ്ഞു രാജേഷേ നീ അമർത്തി പിടിക്കുന്നു. ക്ലീനറുള്ള സഹായി നമ്മുടെ രാജേഷ്. ഇവിടെ മേച്ചേരുള്ള രാജേഷ് അവനിപ്പം വലിയ മുതലാണ്. അപ്പോൾ പിന്നെ ഈ രാജേഷ് അമർത്തി പിടിച്ചു. ഞാൻ ഗിയർ ഇടുക. അപ്പോൾ ഗിയർ ഇട്ടിട്ടാകുമ്പം വണ്ടി മൂവായി കിട്ടി. അപ്പോൾ ഈ കരുവഞ്ചാലത്തിന് വലിയ കയറ്റക്കാരാണ് മേലോട്ടെ. അപ്പോൾ കയറ്റക്കാരനാകുമ്പം ആ ഗിയർ ഇട്ട് പിന്നെ ഞാൻ ഇവന്റെ കയ്യിൽ ലിവറും കൊടുത്തു. ഞാൻ പറഞ്ഞ ഒരു കാമണിക്കുറത്തേക്ക് പടിയുന്നല്ലേ മേലത്തിന്റെ ലിവറും പിടിച്ചു നിന്നു. അങ്ങനെ മേലെ എത്തി ഒടുവൽത്തെട്ടെത്തി. അപ്പോൾ ഇതുപോലെ ആദ്യം കുറ്റി നമ്മൾ അമർന്നിരിക്കുന്നുണ്ട്. നമുക്ക് ഗിയർ മാറ്റി അങ്ങനെ നമ്മൾ പാപ്പിനിശ്ശേരി വണ്ടി എത്തിച്ച്. എന്നിട്ട് രാത്രി തന്നെ ഓരോ വെൽഡ് ചെയ്ത് തന്ന് നമ്മൾ ഗോവയിലേക്ക് പോയി. ഇനിയിപ്പോൾ ഈ ലോറിയിൽ നിന്ന് നമ്മൾ ഇറങ്ങി ലോട്ടറിയിലേക്ക് എത്ര വർഷമായി ലോട്ടറിയിൽ? ഞാൻ ലോട്ടറിയിൽ ഇപ്പൊ 20 വർഷമായി. അതായത് 20 വർഷമായി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ബൈക്ക് ആക്സിഡന്റ് ആയിട്ട് ബുള്ളറ്റിലെ ആക്സിഡന്റ് ആയിട്ട് അത് ലോട്ടറി തുടങ്ങിയത്. എന്റെ സ്വന്തമായിട്ട് ഞാൻ പണിയെടുത്ത് കഷ്ടപ്പെട്ടിട്ട് ഒരു ലോറിയിൽ സ്വന്തമായിട്ട് മേടിച്ചിട്ടായിരുന്നു. അപ്പൊ ഈ ആക്സിഡന്റ് ആയിട്ട് ആ ലോറി വിറ്റിട്ടാണല്ലോ ലോട്ടറി ലോട്ടറിന്റെ എങ്ങനെ ഇപ്പം കാറിൽ പോയി ഓരോ സ്ഥലത്ത് വിൽപ്പന, അതായത് ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോയി. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാല് എടുക്കുന്നതിനേക്കാളും വിൽപ്പനക്കാരാ കൂടുതൽ. വിൽപ്പനക്കാരെ ഞാൻ 600ഓളം ടിക്കറ്റ്. എന്നാലും നിങ്ങൾ പണ്ടേ ഇപ്പൊ ലോട്ടറി ശേഖരം എന്ന് പറയല്ലോ ആളുകൾ, അതിന്റെ ഒരു ഇതിൽ സ്ഥിരം കസ്റ്റമർ ആയിരിക്കും. നിങ്ങളിപ്പം മെറ്റൽ അടിച്ചു, ഹോട്ടലിൽ വർക്ക് ചെയ്തു, പത്രം വിതരണം നടത്തിയിട്ടുണ്ട്, സെക്യൂരിറ്റി പണി ചെയ്തിട്ടുണ്ട്, ബസ് ഡ്രൈവറാണ്, ലോറി ഡ്രൈവറാണ്, ഇപ്പൊ ലോട്ടറിയാണ്. അപ്പൊ ഇതിലൂടെയെല്ലാം ഉണ്ടാകുന്ന കുറെ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ട്. ഈ ഇതിനിടയിൽ നിങ്ങൾ അത്യാവശ്യം പാട്ടൊക്കെ പാടും എന്ന് കേട്ടിട്ടുണ്ട്. അത് അധികം ആൾക്കും അറിയില്ല. അല്ല പാട്ട് അറിയുള്ളൂ. അല്ല പാട്ട് അങ്ങനെ നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളിലൊന്നും ചിലപ്പോൾ പഠിച്ച ഒരു പദ്യം ഇതിനിടെ ഒരു സ്ഥലത്ത് ചെല്ലുന്ന കേട്ടു. രത്നനാണുദയ സൂര്യൻ രത്നൻ അസ്തമയത്തിലും സമ്പത്തിലും ക്ഷതിയിലും മഹാന്മാരൊരു പോലെയാം കോപിപ്പിക്കുകലും തെല്ലും ഇളകാ സാധുമാനസം ചൂട്ടരിച്ച് പിടിച്ചീടിൽ കടൽ വെള്ളം തിളയ്ക്കുമോ ക്ലേശക്ഷോഭം സഹിച്ചിടാൻ ഉത്തമൻ തന്നെ ശക്തനാം ശാണകർഷണമേറ്റീടിൽ മണിതാൻ അല്ലെങ്കിൽ സജ്ജനം ദുഷ്ടസംഗത്താൽ സ്വഭാവത്തെ വെടിഞ്ഞിടാം കാകസംസർഗമുണ്ടായാൽ കുയിൽ നൊച്ച മാറുമോ ഗുണവാനോട് ചേർന്നീടിൽ വലുപ്പം വരുമൽപ്പനും മഹാന്മാരുടെ ചിത്തത്തെ എറിഞ്ഞിടുതാരഹോ. പദ്യം ഏത് വർഷം പഠിച്ച പദ്യമാണ് ഇപ്പം പറയുന്നത്. ആളുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് എല്ലാവരെയും അത് ബാധിക്കുന്നുണ്ട്. എല്ലാവർക്കും ബാധിക്കുന്നുണ്ട്. പക്ഷെ സർക്കാരിനെ ബാധിക്കുന്നില്ല. സർക്കാരിന് നല്ലതാണല്ലോ. കാറിലെ മൈക്കൊക്കെ വെച്ചിട്ട് നാളെയാണെന്നൊന്നും പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒരു ബാഗ് തൂക്കി ലോട്ടറി എടുത്ത് ഇങ്ങനെ പോകുന്ന ആളുകൾ വാങ്ങുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല. ഒന്നാമത് 2 ബുദ്ധിമുട്ടാണ്. ഒന്ന് ശബ്ദമലിനീകരണം, രണ്ടാമത്തെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. വണ്ടി ഇങ്ങനെ ശബ്ദിക്കോ ഭയങ്കരമായ ശബ്ദം ഉണ്ടാകും. ഇപ്പൊ എന്നെ എല്ലാവർക്കും അറിയാം, ബോർഡും വേണ്ടെന്ന് പറയാം. ശേഖരന് ഇപ്പൊ ഞാൻ 20 വർഷം കഴിഞ്ഞ് ഞാൻ ഈ ലോട്ടറി കൊണ്ട് നടക്കാൻ തുടങ്ങി. നിങ്ങൾ വെറുതെ കൈവീശി പോയാലും ആളിൽ ടിക്കറ്റ് അതാണ് പ്രശ്നം. അത്ര പോലും അങ്ങനെയല്ല. പിന്നെ ഞാൻ വേറെ എന്ന് പറഞ്ഞാല് സ്ഥിരമായിട്ട് കാണുന്നവർക്കാണ് കൂടുതൽ ലോട്ടറി കൊടുക്കല്. എന്താ കാരണം എന്ന് പറഞ്ഞാല് ഈ എവിടുന്നല്ലോ വരുന്നവർക്ക് ഉത്സവ പറമ്പിലും പോയി കൊടുത്തു കഴിഞ്ഞാൽ അവർ അഥവാ പ്രൈസ് കിട്ടിയിട്ട് അവർ അതുകൊണ്ട് പോകും.
അവർക്ക് കൊടുക്കാം, ചോദിച്ചാൽ കൊടുക്കും, അത് വേറെ. അല്ല സ്ഥിരമാകും എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാർക്ക് തന്നെ കിട്ടുകയും ചെയ്യും, അവർ നമ്മളെ എടുക്കുകയും എന്തായാലും എടുക്കും. ശേഖരാട്ടർക്ക് ഒരു കിട്ടിയിട്ടുണ്ട്, അല്ല 5000 കിട്ടിയിട്ടുണ്ട്, 2000 കിട്ടിയിട്ടുണ്ട്, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഈ കിട്ടിയ ചെറിയ പൈസ വാങ്ങിക്കുമ്പോൾ എന്തായാലും ടിക്കറ്റ് എടുക്കും, എന്തായാലും എടുക്കും. അത് എൻ്റെ അടുത്ത് തന്നെ മാറാൻ തരുകയും ചെയ്യും. അതാണ് ഒരു ഗുണം. ഈ 20 കൊല്ലം ലോട്ടറി വിൽപ്പന നടത്തി. അതെ, നിങ്ങൾ ലോട്ടറി വിൽപ്പന തുടങ്ങിയ ആ സമയം ഇപ്പോഴും ഈ ലോട്ടറി കൊണ്ടുള്ള ആളുകളുടെ ഒരു സമീപനം എങ്ങനെയാണ്? ലോട്ടറിയുടെ അതായത് സമീപനം തന്നെ ആളുകൾക്ക് ഒരു പൈസ കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിൽ ആളുകൾ എടുത്തുകൊണ്ട് പോകുന്നു, കൂടുതൽ ആളുകൾ എടുക്കുമോ. ചില ആൾക്കെല്ലാം പൈസ കിട്ടിയെന്നെല്ലാം പറയുമ്പോൾ ആർക്കും അങ്ങനെ കിട്ടിപ്പോയെങ്കിലും എന്നുള്ള ഒരു ആഗ്രഹം മാത്രമല്ല, അതായത് പിന്നെ കഷ്ടപ്പാട് തീരുമെന്ന് വിചാരിച്ചിട്ട് അധികം എടുക്കുന്നത്. ഈ ലോട്ടറി എടുക്കുന്നത് നാലാൾ അറിയാണ്ട് ലോട്ടറി എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടോ? ഉണ്ട്. അത് ചില ആൾക്കാർ അങ്ങനെ ചില ആൾക്കാർ. അതെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് മുമ്പേ. അതായത് ഈ 12 ആൾ കൂടിയിട്ട് ശബരിമല പോയി. 12 ആൾ കൂടിയിട്ട് ശബരിമലക്ക് പോയ സമയത്ത് ഒരു സെറ്റ് ടിക്കറ്റ് 12 ഉണ്ടാവും. അപ്പൊ ഒരു സെറ്റ് പൊട്ടിച്ച് എല്ലാവരും എടുത്തു. അപ്പൊ ഒരാൾ മാത്രം എടുത്തില്ല. അപ്പൊ ഒരു ഉദ്യോഗസ്ഥനാണ് അയാളുടെ പേര്, നമ്മൾ പേരൊന്നും എനിക്കറിയില്ല. അപ്പോ ഇയാൾ ഈ ടിക്കറ്റ് എടുത്ത് വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട, ഞാൻ ടിക്കറ്റ് എടുക്കില്ല. ഒരു ടിക്കറ്റ് ബാക്കി. അതെ, ഒരു ടിക്കറ്റ് നിങ്ങളും കൂടെ എടുക്കപ്പോ ഒന്ന് പറഞ്ഞു. അന്ന് 30 രൂപ ടിക്കറ്റ്. ആ ടിക്കറ്റ് ഇയാൾ മനസ്സുകൊണ്ട് എടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് മലപ്പുറത്ത് ഏതോ ഒരു സ്ഥലത്ത് ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. തിരിച്ചു വരുമ്പോൾ പോകുമ്പോൾ ടിക്കറ്റ് എടുത്തേ, ചോറ്റേരിക്കരയാണ്. തിരിച്ചു വരുന്ന സമയത്ത് ഈ മലപ്പുറത്ത് ഏതോ ഒരു ചായ കുടിക്കേണ്ട സ്ഥലത്ത് നിർത്തി ചായ കുടിക്കുമ്പോൾ ഈ വ്യക്തി, അതായത് ഈ വേണ്ടാന്ന് പറഞ്ഞ വ്യക്തി ഇളനീര് കുടിക്കാൻ വേണ്ടി ഈ ലോട്ടറി വെറുതെ എടുത്തിട്ട് ആടെ ലോട്ടറി ഉണ്ടായിരുന്നു. അയാളോട് പറഞ്ഞു ഇതിലൊന്നും കൊണ്ടുപോയി ചോദിച്ചു. നറുക്കെടുപ്പ് കഴിഞ്ഞു. അത് ഇങ്ങനെ പോകുമ്പോഴത്തല്ലേ തിരിച്ചു വരുന്നല്ലേ. തിരിച്ചു വരുമ്പോൾ 3ാമത്തെ ദിവസം വരുന്ന വഴിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാലും നോക്കിയിട്ട് ഒന്നുമില്ല പറഞ്ഞു. അയാൾ പിന്നെ ഫസ്റ്റ് പ്രൈസ് നോക്കിയില്ല, അയാൾ ദൂരം കളഞ്ഞു. ചുറ്റി ഇങ്ങനെ ഈ ഇളനീര് കട്ട് ചെയ്യുന്നതിന് അതിൻ്റെ അകത്ത് ഇട്ട് എല്ലാവർക്കും ലോട്ടറിന്റെ സമാശ്വാസമേ ഉള്ളൂ, ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നില്ല. നോക്കുമ്പോ അപ്പൊ 11 ആളെന്നും കിട്ടി. ലാസ്റ്റ് ഈ വേണ്ടാന്ന് പറഞ്ഞിട്ട് ചുറ്റിച്ചാടി അയാൾക്കാ ഫസ്റ്റ് അടിച്ചത്. എന്നിട്ട് അങ്ങനെ ഇവര് കാറും പിടിച്ച് പോയി സ്ഥലത്ത് പോയി ഇളനീരിന്റെ കൂട്ടത്തിലിട്ടല്ലേ. അങ്ങനെ കംപ്ലീറ്റ് പരതി എടുത്ത് ടിക്കറ്റ് കിട്ടി, ചുറ്റിട്ട്. പക്ഷേങ്കിൽ ടിക്കറ്റ് റീഡ് ചെയ്യുന്നില്ല, അതായത് കമ്പ്യൂട്ടർ ബാർകോഡ് റീഡ് ചെയ്യുന്നില്ല. മോശമായിപ്പോ ഈ ഇളനീരിന്റെ അകത്ത് ഈ ചെതലുകൾ ഇങ്ങനെ കുത്തിയിട്ട് ബാർകോഡ് കംപ്ലീറ്റ് ഇതായിപ്പോയി. അന്നേരം ഒരു ഗീതാ മേഡം എന്ന് പറഞ്ഞ കണ്ണൂരിലെ ലോട്ടറി ഓഫീസർ, ഈ ഗീതാ മേഡം എന്ന് പറഞ്ഞ പറഞ്ഞു, നമ്മൾക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, റീഡ് ചെയ്യുന്നില്ല, നിങ്ങൾ ഇതും കൊണ്ട് തിരുവനന്തപുരത്ത് പോയി നോക്കിയാൽ ചിലപ്പോൾ കിട്ടിയെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. ഈ ലോട്ടറി എടുത്തവർ സാധാരണ താഴെ നിന്ന് മേലാക്കില്ല, ആദ്യം ഫസ്റ്റ് പ്രൈസിൽ ഒരിക്കലും നോക്കില്ല. നമുക്ക് വളരെ ദുർലഭമാണ് ഫസ്റ്റ് മേലെ നോക്കുന്നത്. അങ്ങനെ എത്രയോ ആളുകൾക്ക് പൈസ കിട്ടില്ല എന്ന് ഇതിനിടയ്ക്ക് പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് എത്രയോ ആൾക്കാരെ ഫസ്റ്റ് പ്രൈസ് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്, അതായത് നോക്കൂല എത്രയോ ആൾക്കാർ. അതെ അടിക്കൂലാന്ന് തന്നെ, ഇത് എടുക്കും. പിന്നെ അത് പറ്റി അത്ര ഒരു പ്രതീക്ഷയില്ല. നോക്കുമ്പോൾ തന്നെ ഏറ്റവും അവസാനത്തെ 100 രൂപ മുതൽ അങ്ങോട്ടേ നോക്കും. എന്നിട്ട് ആ ഒരു പകുതി ആകുമ്പോൾ ഒരു ഫസ്റ്റ് സെക്കൻഡ് പ്രൈസ് വരെ നോക്കിയിട്ട് സെക്കൻഡ് പ്രൈസ് വരെ നോക്കും, ഫസ്റ്റ് നോക്കില്ല. അങ്ങനെയാണ് അങ്ങേർക്ക് പറ്റിയത്. ഇനി നമുക്ക് ശേഖരന്റെ കുടുംബത്തെ പരിചയപ്പെടാം. ഇത് ഭാര്യ ജോലി, ഇത് മകൾ നമിത. ഞാൻ ഒരു ലോജിസ്റ്റിക് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, താണക്ക്. മകളെ പേര് ശ്രീനന്ദ, മുല്ലക്കൊടി സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നാട്ടകത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. പുതിയ വിശേഷവുമായി വീണ്ടും കാണും.